പ്രിയമുള്ളവരെ, അരീക്കോട് പഞ്ചായത്തിന്റെ ഏക പൊതു കൺഫർമേഷനാണ് ഇവിടെയുള്ളത്. നമുക്കറിയാം, ആയിരക്കണക്കിന് വരുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇന്ന് മൂത്രയിക്കാനുള്ള ഒരു സൗകര്യമാണ് ഈ കൺഫർമേഷനുള്ളത്. നമുക്കറിയാം, 1995 ആദ്യമായി അരീക്കോട് പഞ്ചായത്ത് ഇടതുപക്ഷം KV അവാക്ക പ്രശ്ന സമയത്ത് കൊണ്ടുവന്ന ഒരു സ്ഥാപനമാണിത്. ഈ ഒരു പൊതു സ്ഥാപനത്തെ 2021-22 വർഷത്തിൽ വാർഷിക പദ്ധതിയിൽ ടേക്ക് ആൻഡ് ബ്രേക്ക് എന്ന പ്രൊജക്ട് വെച്ചുകൊണ്ട് 40 ലക്ഷം രൂപയുടെ ഒരു പദ്ധതി ഉണ്ടാക്കി നവീകരിച്ചതാണ് ഈ കൺഫർമേഷൻ. നിങ്ങൾ നോക്കി, 40 ലക്ഷം രൂപ 2 ലക്ഷം രൂപയുടെ വർക്ക് നടന്നിട്ടുണ്ടോ എന്നുള്ളത്. 2-3 ടോയ്ലറ്റും അതിനൊന്ന് പെയിന്റ് അടിച്ച് ക്ലോസറ്റ് മാറ്റി വെച്ച് ഡോർ മാറ്റി വെച്ചതിന് 40 ലക്ഷം രൂപ. നോക്കിയുള്ള ലൈഫ് ഭവന പദ്ധതിയിൽ ഒരു വീട് 4 ലക്ഷം രൂപയാണ്. 10 വീട് ഉണ്ടാക്കി കൊടുക്കുക, ഇതൊന്ന് പെയിന്റ് അടിച്ച ഡോർ മാറ്റി വെച്ചതിന്. ഇത്രയധികം അരീക്കോട് പഞ്ചായത്തിലെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ ആകെ വഞ്ചിച്ചവരാണ് അരീക്കോട് പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന UDF-ഉം ലീഗും കോൺഗ്രസും. അപ്പം ഇതിനെതിരെ ശക്തമായ രീതിയിലേക്കുള്ള പൊതുവികാരം ഉയർന്നു വരണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ സർക്കാർ, കേരള സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളെ എങ്ങനെയാണ് അട്ടിമറിക്കാം എന്നതിന്റെ ഉദാഹരണമാണ് ഈ ശൗചാലയം. ടേക്ക് എ ബ്രേക്ക് എന്ന പേരിൽ കേരളത്തിന്റെ നാഷണൽ ഹൈവേകളിലും സ്റ്റേറ്റ് ഹൈവേകളിലും വഴിയാത്രക്കാർക്ക് സൗകര്യമൊരുക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതിയായിരുന്നു. ഈ പദ്ധതി പ്രകാരം നമുക്കറിയാം, നമ്മുടെ എല്ലാ ഹൈവേകളും അരീക്കോട് പോകുന്ന എല്ലാ റോഡുകളും അതിമനോഹരമായി പണികഴിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ കാവനൂർ ടേക്ക് എ ബ്രേക്ക് ഉണ്ട്, മുക്കത്തുണ്ട്, കൊയിലാണ്ടി പോകുന്ന വഴിക്കെല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ പഞ്ചായത്തിൽ ടേക്ക് എ ബ്രേക്ക് എന്ന പേരിൽ ഉണ്ടാക്കിയ അഴിമതി നടത്താനുണ്ടാക്കിയ ഒരു സംഭവമാണ്. കേരളം ആകെ മുന്നോട്ട് പോകുമ്പോൾ അരീക്കോട് പഞ്ചായത്ത് കഴിഞ്ഞ 15 വർഷമായിട്ട് പിറകോട്ടോടുന്ന കാഴ്ചയ്ക്ക് ഉത്തമ ഉദാഹരണമാണ് ഈ ശൗചാലയം. ഈ വരുന്ന 11-ാം തീയതി വരുന്ന ഇലക്ഷനിൽ ഇടതുപക്ഷത്തിന്റെ സാരഥികളെ വിജയിപ്പിക്കണം ഈ അവസ്ഥ സൂചിപ്പിക്കും. വിജയിപ്പിക്കണം പറയാൻ കാരണം 40 ലക്ഷം രൂപക്ക് 1 ലക്ഷം രൂപ പോലും മുടക്കാത്ത കക്കൂസ് ഉണ്ടാക്കിയവരെ ആണോ ഇനി നമുക്ക് വേണ്ടത്? അല്ല, ഇതിനൊരു തുടക്കം കുറിച്ച് ജനങ്ങൾക്ക് 95 തുടക്കം കുറിച്ച ഇടതുപക്ഷമാണോ എന്നുള്ളത് ജനങ്ങൾ ചിന്തിക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്.